ഇപ്പോൾ പത്മപ്രഭ പുരസ്കാര സമർപ്പണം നടക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. വി മധുസൂദനൻ നായർ പുരസ്കാരം സമ്മാനിക്കുന്നു. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാര സമർപ്പണമാണ് നടക്കുന്നത്. കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു. കൽപ്പറ്റയിലാണ് ചടങ്ങ് നടക്കുന്നത്. പുളിയാർമലയിലാണ് ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. 1996 മുതൽ ആണ് പത്മപ്രഭ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ എം കുമാറാണ് ചടങ്ങിലെ അധ്യക്ഷൻ. പുരസ്കാര ജേതാവായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന് പത്മപ്രഭ ട്രസ്റ്റ് നൽകുന്ന പ്രശസ്തി പത്രം സദസ്സിന് മുമ്പാകെ വായിക്കുന്നതിന് വേണ്ടി അധ്യാപികയായ ശ്രീമതി CV ഉഷയെ ക്ഷണിക്കുന്നു. പത്മപ്രഭ പുരസ്കാരം നേടിയ ആലങ്കോട് ലീലാകൃഷ്ണന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. ആധുനിക വയനാടിന്റെ ശില്പിയായി പുകൾപെറ്റ പത്മപ്രഭ ഗൌഡരുടെ പാവന സ്മരണയ്ക്കായി മകൻ MP വീരേന്ദ്രകുമാർ ഏർപ്പെടുത്തിയ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ഈ വർഷം പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന് സമർപ്പിക്കാൻ കവി വി മധുസൂദനൻ നായർ അധ്യക്ഷനും നിരൂപകൻ സുനിൽ P ഇളയിടം, നോവലിസ്റ്റ് R രാജശ്രീ എന്നിവർ അംഗങ്ങളുമായ സമിതി തീരുമാനിച്ചു. 75,000 രൂപയും പ്രശംസാ പത്രവും പത്മരാഗ കല്ലുപതിച്ച ശില്പവും അടങ്ങുന്നതാണ് മലയാളത്തിലെ ഏറ്റവും മാനിക്കപ്പെടുന്ന സാഹിത്യ സമ്മാനങ്ങളിലൊന്നായ പത്മപ്രഭ പുരസ്കാരം. 65-കാരനായ ആലങ്കോട് ലീലാകൃഷ്ണൻ സുഗതകുമാരി പത്രാധിപരായിരിക്കെ തളിരു മാസികയിൽ തന്റെ 11ാം വയസ്സിൽ കവിത പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് കാവ്യലോകത്ത് പ്രവേശിച്ചത്. സർഗപാരമ്പര്യത്തിന്റെയും കാവ്യ പൈതൃകത്തിന്റെയും ഊർജം സ്വാംശീകരിച്ചുകൊണ്ട് താളബദ്ധവും വൃത്താനുസാരിയുമായ കവിതകളിലൂടെയാണ് ലീലാകൃഷ്ണൻ ഭാഷയിൽ ചുവടുറപ്പിച്ചത്. എഴുത്തിൽ അരനൂറ്റാണ്ടിന്റെ വിപുലമായ അനുഭവ പരിചയമുള്ള ഈ കവി തിരക്കഥാകൃത്തായും പ്രഭാഷകനായും സാംസ്കാരിക പ്രവർത്തകനായും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നാടോടിപ്പാട്ടുകൾ, ജനകീയ ഗാനങ്ങൾ, നാടൻ ശീലുകൾ, നാട്ടുതാളങ്ങൾ, നാട്ടറിവുകൾ തുടങ്ങിയവ അതിൽ നിന്നെല്ലാം തോറ്റിയെടുത്ത ഭാവപ്രധാനമായ കവിതകളായാണ് ലീലാകൃഷ്ണന്റെ കാവ്യലീല പ്രകാശിക്കപ്പെടുന്നത്. സംസ്കൃത വൃത്തങ്ങളും ഭാഷാവൃത്തങ്ങളും ഒരുപോലെ അതിൽ നൃത്തം ചെയ്യുന്നു. നിളയുടെ തീരങ്ങളിലൂടെ, P-യുടെ പ്രണയപാപങ്ങൾ, കേരളീയ നാടോടി കഥകൾ, MT ദേശം വിശ്വാസം, പുരാവൃത്തങ്ങൾ, നിലാസാധകം, സൈബർ നിലാവ്, അപ്രത്യക്ഷം, പ്രഭാത നടത്തത്തിൽ ഒരു നായക്കുട്ടി, ആലങ്കോട് ലീലാകൃഷ്ണന്റെ കവിതകൾ, ഏകാന്തം, വിഷു കഴിഞ്ഞ പാടങ്ങൾ, മനുഷ്യൻ സുന്ദരനാണ്, മനുഷ്യനെ തൊടുന്ന വാക്ക്, സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ, വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ, വരുവിൻ കാണുവിൻ തുടങ്ങി വ്യത്യസ്ത സരണിയിൽപ്പെട്ട 24 ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഇദ്ദേഹം കാവ്യാലാപനത്തിലും ചാനലുകളിലെ പദ്യപാരായണ മത്സരങ്ങളുടെ വിധികർത്താവ് എന്ന നിലയ്ക്കും ശ്രദ്ധേയനാണ്.